പെട്രോളിൻ്റെ വില കൂടിയ സാധാരണക്കാർക്ക് ഒരു വലിയ അടിയാണ്. വലിയ അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദൈനംദിന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെക്കെട്ടിലുള്ളവർക്ക് വളരെ വലിയ അടിയാണ്. എന്തെങ്കിലും കുറയ്ക്കുന്നതായിട്ട് എനിക്ക് വളരെ ആശ്വാസമായിരിക്കും. ഒട്ടുമിക്ക ഹോട്ടലുകളും അതെല്ലാം അടച്ചു പൂട്ടുകയാണ്. ചെറിയ വ്യവസായ മേഖല, ഹോട്ടൽ വ്യവസായം നടത്തുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട്. അതേപോലെ പുറത്തുനിന്ന് താമസിച്ച് നമ്മുടെ തന്നെ ഫ്രണ്ട്സൊക്കെ അവർക്കൊക്കെ ഈ ആഹാരം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഒന്നിനും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ ഒക്കുന്നില്ല, ചായ പോലും കുടിക്കാൻ ഒക്കുന്നില്ല. ട്രാൻസ്പോർട്ടേഷൻ കൂടുമ്പോൾ നമ്മളെ സാധനങ്ങൾക്ക് എല്ലാത്തിനും വില കൂടുന്നുണ്ട്. മൊത്തത്തിൽ അതിൻ്റെ ഇടയ്ക്ക് പാചകത്തിന് വില കൂടി കൂടുമ്പോൾ മൊത്തത്തിൽ ഒരു ഇരുട്ടടി ഇട്ട പോലെയാണ്. ഈ പറയുന്ന സാധാരണക്കാർ ഇതിന്റെ ബാഗിൽ എന്താണെന്ന് ചിന്തിക്കുന്നില്ല. ഇവർക്ക് ഇപ്പോൾ പമ്പിലോട്ട് എല്ലാം പെട്രോൾ കിട്ടണം, അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് കിട്ടണം, ഇതല്ലേ ഉള്ളൂ. ഇത് എത്ര രൂപ കൊടുത്ത് എടുക്കുന്ന, ഇത് അതിന് ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ലല്ലേ. അപ്പം എല്ലാം കൂടെ നോക്കിയെങ്കിലല്ലേ അപ്പം അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. മീറ്റർ ചാർജ് വർദ്ധിപ്പിക്കണം. ഒരു എത്ര കൊല്ലമായി? 10-12 വർഷത്തിന് മുമ്പാണ് നമുക്ക് 30 രൂപയാക്കി തന്നത്. ഇതുവരെ അതിന് ശേഷം ഒരു പോലും കൂട്ടിയിട്ടില്ല. ഹോട്ടൽ സാധനത്തിനെല്ലാം ഭയങ്കര തീ വലിച്ച വിലയാകുവാണ്. എല്ലാം ഓരോ നിമിഷം തീ പിടിച്ച് വരുക വില. ഹോട്ടലുകളൊക്കെ അടച്ചു പൂട്ടുകയും തന്നെയാണ്, ഇരട്ടി വിലയും ആവുക സാധനത്തിനെല്ലാം. ലോകവിപണിയിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചെങ്കിൽ നീങ്ങെങ്കിലേ പറ്റത്തുള്ളൂ. അതിന് നിങ്ങളേന്ന് എന്തെങ്കിലുമൊക്കെ ഈടാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് വില കൂട്ടും. അപ്പോൾ നമ്മൾ കൊടുത്തേ പറ്റൂ. ഹോട്ടലൊക്കെ അടച്ചു കൂട്ടും, നമുക്ക് എന്തോ ചെയ്യാക്കും. കഷ്ടമാണ്. നമുക്ക് ഓട്ടം കുറവ്, നമുക്ക് ഓട്ടം വളരെ മോശമാണ്. കയറുന്നവർ ആ വീട്ടിൽ നോക്കിയിരുന്ന് ആ 30 രൂപയെ തരാറുള്ളൂ. പിന്നെ ഇതിനിടയിൽ ബ്ലോക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കണം. അടച്ചുപൂട്ടുന്നു തുറന്നു വച്ചിരിക്കുന്നത് വളരെ പിന്നെ ഇത് വന്നിട്ട് സാധനങ്ങളെ വില അവർ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അവരെ കുറ്റം പറയാനും പറ്റത്തില്ല, കുറ്റം പറയാനും പറ്റൂല. പക്ഷേ അവർക്കിപ്പം പിന്നെ ഗ്യാസിന് കൂടിയപ്പം അവരിപ്പോൾ കട്ടൻ 5 രൂപയായിരുന്ന 10 രൂപയാക്കി, ചായ 15 രൂപ ഉണ്ട്. പിന്നെ ബാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം അവർ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ എണ്ണ കൂടിയപ്പോൾ നമുക്ക് 10 പൈസ ആരും കൂട്ടിത്തരാറില്ല. അതാണ് അവസ്ഥ. അത് താങ്ങാൻ പറ്റാത്തതാണ് ജനങ്ങൾക്ക്. ഇത് താങ്ങാവുന്നതല്ല. അത് പരിഹരിക്കാൻ ജനാധിപത്യ സർക്കാർ നടപടി സ്വീകരിക്കണം. സർക്കാർ തന്നെ തീരുമാനിക്കണം. വിലക്കയറ്റം താങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ജനങ്ങൾക്ക്. അതിന് സർക്കാരിന് ചെയ്യാവുന്നത് ഹോട്ടലുകൾക്ക് വില കുറച്ച് കൊടുക്കണം, വീടുകൾക്ക് വില കുറച്ച് കൊടുക്കണം. ആ നിലയിലാണ് പരിഹരിക്കേണ്ടത്. അല്ല, നമുക്ക് ഇതെല്ലാം വില കൂടിയപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമായി. നമുക്ക് ഇത് നമുക്കൊന്നും രാവിലെ അവിടെ നിന്ന് എണീറ്റ് വെളുപ്പിനെ 4 മണിക്ക് എണീറ്റാണ് ചോറും കറിയൊക്കെ വെച്ച് ഗ്യാസിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ അതുപോലും പാടില്ല. ഇപ്പം വിറകും കിട്ടാനില്ല. അങ്ങനെ വലിയ പ്രയാസത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെ ഈ നമ്മുടെ വാഹനത്തിന് ഇപ്പം എന്താ ഒരു നിവൃത്തി ഇല്ലാതായിപ്പോയി. മറ്റേ വണ്ടി ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഓട്ടോ ഇല്ല, ഒന്നുമില്ല. എത്രയും മണിക്കൂറുകളോണ്ടാണ് ഈ സ്റ്റാൻഡിൽ കിടക്കുന്നത്. അങ്ങനെ വലിയ വിഷമത്തിലാണ് നമ്മളെല്ലാവരും. നമ്മൾ ഇപ്പോൾ ഒരു സാധനം വാങ്ങിച്ച് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ വയ്യാത്ത രീതിയിലായി.